തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് മുഖ്യമന്ത്രിയുടെ വിമർശനം. ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിച്ചു. ഡോക്ടർ ഹാരിസ് അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അത്തരം ഒരാൾ ഭാരതത്തിലെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും വിമർശനമുണ്ട്. കണ്ണൂരിൽ നടന്ന അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത വളരെ വ്യക്തമായി ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് കേരള ജനത ചർച്ച ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് പൊതുജനങ്ങളുടെ നല്ല മതിപ്പുളവാക്കിയ ഡോക്ടർ ഹാരിസിനെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത്. കണ്ണൂരിൽ വച്ചാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ ഡോക്ടർ ഹാരിസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, കണ്ണൂരിൽ നടന്ന മേഖലാ അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ ഹാരിസ് ചിറക്കലിനെതിരെ ഇത്തരത്തിലൊരു വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. ഹാരിസ് ചിറക്കലിനെ ഈ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ഡോക്ടർ ചിറക്കൽ അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത്തരം ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി. ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇല്ലാത്ത ഉപകരണങ്ങൾ വളരെ വേഗം വാങ്ങി നൽകാറുമുണ്ട്. കേരളത്തെ താറടിച്ചു കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതൃപ്തി പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കും എന്നാണ് മുഖ്യമന്ത്രി ഈ മേഖലാ യോഗത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട് ദോഷപരമായാണ് ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയത്. അദ്ദേഹം ഈ ആരോഗ്യരംഗത്ത് നടക്കുന്ന പല കെടുകാര്യസ്ഥതകളും, അതായത് സർജറികൾ നടക്കുന്നില്ല, പല പോരായ്മകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുണ്ട്. ഇതൊക്കെ തന്നെ വന്നത് ഈ ആരോഗ്യ മന്ത്രിക്ക് നേരെയാണ്. അത്തരം ഒരു വിമർശനം അത് സംസ്ഥാന സർക്കാരിന് തന്നെ നാണക്കേട് ഈ ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതിരോധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത് മേഖലാതല യോഗത്തിലാണ് ഇത്തരമൊരു വിമർശനം ഉണ്ടായത് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നൊരു വാക്കുകൾ തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിണക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹാരിസ് ചിറക്കൽ ആത്മാർത്ഥതയുള്ള അഴിമതി തീണ്ടാത്ത വ്യക്തമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള. രാജ്യാന്തരം ഇവിടെ സമാപിക്കുന്നു. ഇനിയും ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.